ഹലോ. അപ്പോൾ നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് മൈലാഞ്ചി കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൈക്ക് ഷീനി കേട്ടോ അപ്പോൾ മൈലാഞ്ചി ഇട്ടേക്കുന്നത്. ഷീനി പിന്നെ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കൈക്ക്. അത്യാവശ്യം നന്നായി മൈലാഞ്ചി ഇടാനൊക്കെ അറിയാം. അപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായി, നല്ല ചോന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീനും തന്നെ ഒറ്റക്കന്നെ ഓളെ കൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ കൈക്ക് ഷീനി ഇട്ടെന്നെ മനക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ ജീനു മൈലാഞ്ചി ഇടുന്നത് വേറെ ആരുമില്ല, ഓളോനെ കൊണ്ട് തന്നെ ഇട്ടോൾ മൈലാഞ്ചി ഇടിപ്പിച്ചത്. അപ്പോൾ എന്താണെങ്കിലും ഫോൺ നോക്കിയിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഏത് ചിത്രമാണ് നിങ്ങൾ നോക്കിയിട്ട്, അപ്പോൾ ഈ ഒരു ചിത്രമാണ് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിത്രം ഇതും കണ്ടപ്പോൾ ഞാൻ ഇതന്നെയൊന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കടന്നുറങ്ങിയതിന് ശേഷം നമ്മൾ രാവിലെ എണീറ്റിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് പെരുന്നാക്കിൽ. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസിലെ റൈസ്, ചിക്കനല്ല ബീഫ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കണം. അതിലെ റൈസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കാക്കോടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിതെല്ലാം കുക്ക് ചെയ്തെടുക്കേണ്ട പണിയുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പുറത്തുനിന്ന് ഫ്രൈഡ് റൈസിനുള്ള റൈസ് കുക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് കാക്കു ചിക്കൻ കടാക്കിൽ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ബീഫ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് റൈസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിലുള്ള വെജിറ്റബിളൊക്കെ വേവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വെജിറ്റബിൾ എല്ലാം വാടി വന്നതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 4 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. മുട്ടെല്ലാം പൊട്ടിച്ച് വെച്ച് എല്ലാം സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം അതിലേക്ക് കുരുമുളകും സോയാ സോസും പിന്നെ ചില്ലി സോസൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ബീഫും ചേർത്തിട്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കേട്ടോ. ഇതെല്ലാം ഇവിടെ റെഡി ആയതിന് ശേഷം അതിലേക്ക് റൈസൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ തന്നെ വേറെ പാൻ വെച്ചിട്ട് സവാളയൊക്കെ വാട്ടി തക്കാളിയൊക്കെ വാട്ടി അവിടെ ചിക്കൻ കടായി റെഡിയാക്കി എടുത്തിട്ട് അങ്ങനെ നമ്മൾ ചിക്കൻ കടായി ബീഫ് ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനം കാക്കു പള്ളിക്ക് പോകുന്നതിന് മുന്നേ ഇവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ.